അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് ലിസാനിലെ 7ാമത്തെ പാഠമാണ്. 7ാമത്തെ പാഠം അദ്ദർസു സാബിഉ ഷഹ്റുൻ മുബാറക്കുൻ. ഷഹ്റുൻ മുബാറക്കുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഹ്ർ എന്ന് പറഞ്ഞാൽ മാസം എന്നൊക്കെയാണ്. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ എന്നൊക്കെ പറയില്ല നമ്മൾ. അതുപോലത്തെ മാസങ്ങളാണ് ഷഹ്ർ എന്ന് പറഞ്ഞാൽ. മുബാറക്ക് എന്ന് പറഞ്ഞാൽ ബറക്കത്താക്കപ്പെട്ട മാസം. അപ്പോൾ ബറക്കത്താക്കപ്പെട്ട ഒരു മാസത്തെക്കുറിച്ചാണ് പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ പറയണത്. അഷ്ഷഹുറു താസിഉ മിനസ് സജനത്തിൽ ഹിജ്രിയ, ഹിജ്റ വർഷത്തിലെ 9ാമത്തെ മാസം. ഷഹ്റു റമളാന, റമളാൻ മാസമാണ്. അപ്പോൾ ഹിജ്റ വർഷത്തിലെ 9ാമത്തെ മാസം അതെന്താണ്? റമളാൻ മാസമാണ്. ഹുവ ഷഹ്റുൻ മുബാറക്കുൻ, അതെന്താണ്? ഒരു ബറക്കത്താക്കപ്പെട്ട പവിത്രമായൊരു മാസമാണ്. യസൂമു ഫീഹിൽ മുസ്ലിമൂന വൽ മുസ്ലിമാത്തു. യസൂമു ഫൂഹി, ആ മാസത്തിൽ, അതായത് റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്നു. അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങളായ പുരുഷന്മാരും, വൽ മുസ്ലിമാത്തു, മുസ്ലിമീങ്ങളായ സ്ത്രീകളും. വയത്രുക്കൂ, അവരെന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. ആരെ? അസ്വായിമൂന, ആരെ? നോമ്പ് നോൽക്കുന്ന പുരുഷന്മാരും, നോമ്പുകാരായ പുരുഷന്മാരും. വസ്വായിമാത്തു, നോമ്പുകാരായ സ്ത്രീകളും. അൽ അത്വഇമത വൽ അശ്രിബത്ത, അത്വഇമത്ത് പറഞ്ഞാൽ അന്നം, അശ്രിബത്ത് പാനീയം, അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നു. ഭക്ഷണം കുടിക്കലും കഴിക്കലൊക്കെ ഒഴിവാക്കുന്നു. തൂലൻ നഹാരി, പകൽ മുഴുവൻ, നീണ്ട പകലിൽ മുഴുവൻ അന്നപാനീയങ്ങൾ മുസ്ലിമീങ്ങളായ സ്ത്രീകളും മുസ്ലിമീങ്ങളായ പുരുഷന്മാരും എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. യതജന്നബൂന അനിൽ അഅമാലിൽ മുഹറമത്തി വൽ മക്രൂഹത്തി. മുഹറമത്ത് എന്ന് പറഞ്ഞാൽ ഹറാമായത്, മക്രൂഹത്ത് എന്ന് പറഞ്ഞാൽ കറാഹത്തായത്. അപ്പോൾ കറാഹത്തായതും ഹറാമായതുമായ പ്രവർത്തനങ്ങൾ അവർ വെടിയുന്നു, ഒഴിവാക്കുന്നതിനർത്ഥം വെടിയുന്നു എന്നാണ് യതജന്നബ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. വയുസാഇദൂന, അവർ സഹായിക്കുന്നു. അസ്സായിലീന വൽ മഹ്റൂമീന, അസ്സായിലീന, അവർ ചോദിക്കുന്നവരെയും, ചോദിച്ചു വരുന്നവരല്ല, അതായത് യാചകരെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. വൽ മഹ്റൂമീന എന്താണ്? പിന്നെ നമുക്ക് നിത്യജീവിതത്തിന് വകുപ്പില്ലാത്ത ആൾക്കാർ, അങ്ങനെ അത്തരം ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്നു? അവർ സഹായിക്കുന്നു. ഫി ഹാദിഹി ഷഹരിൽ മുബാറക്കി ഖാസത്തൻ, ഈ ഒരു മാസത്തിൽ പ്രത്യേകമായിട്ടും. അപ്പോൾ റമളാൻ മാസത്തിൽ ചോദിച്ചു വരുന്ന ആളുകൾക്കൊക്കെ അവർ പ്രത്യേകം എന്ത് ചെയ്യുന്നു? സഹായം കൊടുക്കുന്നു. ചോദിക്കാതെ വരുന്ന ആളുകളുണ്ടാകും, അവർക്കും എന്ത് ചെയ്യുന്നു? സഹായം കൊടുക്കുന്നു. പിന്നെ വഫി സായിൽ അഷ്ഹുരി ആമത്തൻ, സാധാരണ മറ്റു മാസങ്ങളിൽ സാധാരണയായിട്ടും എന്ത് ചെയ്യുന്നു? മൊത്തത്തിൽ മറ്റു മാസങ്ങളിലൊക്കെ അവർ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ റമളാൻ മാസം പ്രത്യേകമായിട്ടും അവരെന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. വയുഫ്തിറൂന ഫി ഹാദ ഷഹരി, ഈ ഒരു മാസത്തിൽ അവരെന്ത് ചെയ്യുന്നു? നോമ്പ് തുറപ്പിക്കുന്നു അല്ലേ. നോമ്പ് നോൽക്കലുണ്ട്, നോമ്പ് നോറ്റ ആൾക്കാരെ നമ്മളെന്ത് ചെയ്യും? നോമ്പ് തുറപ്പിക്കും ചെയ്യുന്നു അല്ലേ. എന്താണ്? അൽ മുസ്ലിമൂന സ്വാഇമീന വൽ മുസ്ലിമാത്തി സ്വായിമാത്തി, നോമ്പ് നോറ്റ നോമ്പുകാരായ പുരുഷന്മാരെയും നോമ്പുകാരായ സ്ത്രീകളെയും എന്ത് ചെയ്യുന്നു? അവർ നോമ്പ് തുറപ്പിക്കുന്നു. വയുക്സീറൂനൽ അഅമാല സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ജഅലല്ലാഹു മിൻ ഇബാദിഹി സ്വാലിഹീനൽ മുഖ്ലിസീൻ, ജഅലല്ലാഹു, അല്ലാഹു തആല നമ്മളെ ആക്കിത്തരട്ടെ. മിൻ ഇബാദിഹി സ്വാലിഹീന, എന്താണ്? സജ്ജനങ്ങളായ, അൽ മുഖ്ലിസീന, സജ്ജനങ്ങളായ പുരുഷന്മാരായ ആളുകളെ കൂട്ടത്തിൽ നമ്മളെ അല്ലാഹു തആല ആക്കിത്തരട്ടെ. അൽ മുഖ്ലിസാത്തി, അതുപോലെ തന്നെ സജ്ജനങ്ങളായ എന്താണ്? സ്ത്രീകളുടെ കൂട്ടത്തിലും എന്ത് ചെയ്യട്ടെ? സ്ത്രീയുടെ കൂട്ടത്തിലും പുരുഷന്മാരുടെ കൂട്ടത്തിലൊക്കെ അല്ലാഹു തആല നമ്മളെ ആക്കിത്തരട്ടെ. അൽ വസ്വാലിഹീനൽ മുഖ്ലിസാത്തി ബി ഫദ്ലിഹി, അല്ലാഹു തആലൻ്റെ ഔദാര്യം കാരണത്താൽ അല്ലാഹു തആല നമ്മളെ അത്തരം ഒരു കൂട്ടത്തിൽ അല്ലാഹു തആല പെടുത്തി തരട്ടെ എന്നുള്ളതാണ് പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പാഠം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് കരുതുന്നു അല്ലേ. ഇത്രയും കാര്യമാണ് പാഠത്തിൽ പറഞ്ഞത്. ആമീൻ എന്നുണ്ട്. ആമീൻ. അപ്പോൾ ഇനി പാഠത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അറബിയിൽ ഒരാളെ സൂചിപ്പിക്കാനല്ലേ, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളെ സൂചിപ്പിക്കാൻ ഒരു വാക്ക് പറയും. 2 വ്യക്തികളാണെങ്കിൽ അയാളെ സൂചിപ്പിക്കാൻ വേറൊരു വാക്ക് പറയും അല്ലേ. ചെറിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ലേ, ഒരാളാകുമ്പോൾ 2 ആളാകുമ്പോഴും. പിന്നെ അതുപോലെ 3 ആളുകളല്ല, 3 ആളുകൾ എന്നല്ല കേട്ടോ, 3ഓ അതിൽ കൂടുതലോ ആളുകളുണ്ടെങ്കിൽ, 3+ ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ
3++ എന്നുള്ളതല്ല, 2 കഴിഞ്ഞാൽ പിന്നെ 2++ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ വേറൊരു വാക്കാണ് പറയുക. അപ്പോൾ ഇതിന് മുഫ്രദ് എന്നാണ് നമ്മൾ സാധാരണ പറയല്. മുഫ്രദ് പറയും, ഇതിന് മുസന്ന എന്ന് പറയും, ഇതിന് ജംഅ എന്നും പറയും അല്ലേ, ജംഅ എന്ന് പറയും. ഈ ജംഅകൾ പലവിധം ജംഅകളുണ്ട്. അതിൽ ഇവിടെ നമുക്ക് 2 ജംഅകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ജംഅ മുദക്കർ സാലിം, ജംഅ മുഅന്നസ് സാലിം. ഇങ്ങനെ 2 ജംഅകളെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ പാഠത്തിൽ പഠിച്ച വാക്കുകൾ ഏതൊക്കെയായിരുന്നു അല്ലേ? ആ ചുവന്ന നിറത്തിൽ കണ്ട വാക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽ മുസ്ലിമൂന, അസ്സായിമൂന, അസ്സായിലീന, അൽ മഹ്റൂമീന, അൽ മുസ്ലിമീന, അസ്സായിമീന, അസ്സാലിഹീന, അൽ മുഖ്ലിസീന. ഇങ്ങനെ കുറച്ച് വാക്കുകൾ. ഇതല്ലാത്ത വാക്കുകളും കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ അൽ മുസ്ലിമൂന ഉണ്ട്, അൽ അസ്സായിമൂന എന്നാണ് രണ്ടാമത് പറഞ്ഞത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ടായിരുന്നു, ഇവിടെ അൽ മുസ്ലിമൂന ഇവിടെ ഉണ്ടായിരുന്നു, മുസ്ലിമൂന എന്ന് ഇവിടെ ഉണ്ട്. പിന്നെ അൽ മുസ്ലിമാത്തു എന്ന് വേറെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും വാക്കുകൾ, ഈ വാക്കുകളെക്കുറിച്ച് എന്താണ് പറയുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. എന്താണ് ജംഅ മുദക്കർ സാലിം എന്നാണ് ഈ വാക്കുകളെക്കുറിച്ച് പറയാം. എന്താണ് പറയുക, ജംഅ മുദക്കർ സാലിം കേട്ടോ, ജംഅ മുദക്കർ സാലിം. അപ്പോൾ എന്താണ് ഈ ജംഅ മുദക്കർ സാലിം നമ്മൾ കിർക്ക് പഠിച്ച് വെക്കണം. എന്താണ് ഈ ജംഅ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ മാദല്ല അല അക്സറ മിനൽ ഇസ്നൈനി കേട്ടോ. മാദല്ല അല അക്സറ മിനൽ ഇസ്നൈനി. നമ്മൾ നേരത്തോടെ പറഞ്ഞില്ലേ 2ൽ കൂടുതലുള്ളതിനാണ് ജംഅ എന്ന് പറയില്ലേ. അപ്പോൾ 2ൽ കൂടുതൽ എണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതിനാണ് എന്ത് പറയുക, ജംഅ മുദക്കർ സാലിം. പിന്നെ എന്ത് വേണം, അത് മാത്രം ചെയ്താൽ പോരാ. അപ്പോൾ 2ൽ കൂടുതൽ മേലെ അറിയിക്കുന്നതിനൊക്കെ ജംഅ എന്ന് പറയും. ജംഅ മുദക്കർ സാലിമാണെങ്കിൽ എന്ത് വേണം, മാ സലാമത്തി ബിനായി മുഫ്രദിഹി, അതിൻ്റെ മുഫ്രദ് എന്ത് ചെയ്യണം, രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ മുഫ്രദ് അതേ രൂപത്തിൽ ആ ജമ്മിൻ്റെ രൂപത്തിലും ഉണ്ടാവണം കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മുഫ്രദ് എന്നുള്ള പദം പറഞ്ഞില്ലേ, ഈ മുഫ്രദിൻ്റെ ഈ പദം അതേ രൂപത്തിൽ ജമ്മിലും ഉണ്ടാവണം. അതിനാണ് എന്ത് പറയുക, ജംഅ മുദക്കർ സാലിം കേട്ടോ. അപ്പോൾ അതിനാണ് ജംഅ മുദക്കർ സാലിം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊരു മുസ്ലിം എന്നുള്ളൊരു മുസ്ലിം എന്നുള്ളതിൻ്റെ ഒരിതാണ് മുസ്ലിമൂന എന്നുള്ളതാണ് അതിൻ്റെ ജംഅ കേട്ടോ. മുസ്ലിമൂന. അപ്പോൾ മുസ്ലി എന്നുള്ളതാണ്, മുസ്ലിമുൻ എന്നുള്ളതാണ് എന്ത് ഇതിൻ്റെ ആ ഒരു പദം. ആ മുസ്ലിം എന്നുള്ള ആ വാക്കിലുള്ള എല്ലാ അക്ഷരങ്ങളും അതേ രൂപത്തിൽ ഇവിടെ ഉണ്ട് അല്ലേ. മുസ്ലിം എന്നുള്ളതും മുസ്ലിം അല്ലേ ഇവിടെയുണ്ട്. പിന്നെ ഒരു വാവും നൂനും അധികമായി വന്നു എന്നുള്ളതാണ് ഈ ജമ്മിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരം ഇതിനാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു വാക്കുകൾ അല്ല അക്ഷരങ്ങളുണ്ടല്ലോ, ഹർഫുകൾ, അത് അതേ രൂപത്തിൽ ജംഇലും വന്നു എന്നുള്ളതാണ്. ജംഇലും വന്നു. അതിനെക്കുറിച്ചാണ് സലാമത്ത് എന്ന് പറയട്ടോ. സലാമത്ത് മായ സലാമത്തി ബിനായി മുഫ്രദിഹി, മുഫ്രദിലുള്ള അതേ കാര്യങ്ങൾ അതേ അക്ഷരങ്ങൾ തന്നെയാണ് ജംഇലും ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനാണ് എന്ത് പറയുക, നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ രൂപത്തിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനത്തതിനാണ് എന്ത് പറയുക, ജംഅ മുദക്കർ സാലിം എന്ന് പറയുക. അപ്പോൾ ജംഅ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ എന്താ, അത് എന്താണ് ജംഇൻ്റെ മേൽ, അതായത് 2ൽ കൂടുതൽ എണ്ണത്തിൻ്റെ മേൽ അറിയിക്കും. അതുപോലെ അതിൻ്റെ മുഫ്രദിലുള്ള അതേ കാര്യങ്ങൾ മുഫ്രദ് രക്ഷപ്പെട്ടതായിരിക്കും അല്ലേ, അതാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ഇഅ്റാബുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇഅ്റാബുകളുണ്ട്, റഫ് ഉണ്ട്. റഫ് ഇങ്ങനെ ഉണ്ടാവും, ഒന്നുകിൽ തൻവി ഉണ്ടാവും, ലമ്മ തൻവി ഉണ്ടാവും, അല്ലെങ്കിൽ ലമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ നസ്ബ് ഫത്തഹ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫത്തഹ് തൻവി ഉണ്ടാവും, അല്ലെങ്കിൽ കെസ്ർ ഉണ്ടാവും, കെസ്ർ തൻവീൻ ഉണ്ടാവും. ഇതിന് ജർ. അപ്പോൾ ഇതിന് ഒക്കെ റഫ് എന്ന് പറയും, ഇതിന് നസ്ബ് എന്ന് പറയും, ഇതിനെന്ത് പറയും, ജർ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. റഫ് എങ്ങനെയാണ്, നസ്ബ് എങ്ങനെയാണ്, ജർ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ അവസാനം, ഇപ്പോൾ റജുലുൻ എന്ന് പറഞ്ഞ ഒരു പദം പഠിച്ചിട്ടുണ്ടല്ലേ, റജുലുൻ കണ്ടില്ലേ, അതിൻ്റെ അവസാനത്തിൽ എന്താ ഉള്ളത്, ലമ്മ തൻവീനാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇറാബ് റഫ് എന്നാണ് പറയാം. അപ്പോൾ ഇങ്ങനെ അവസാനത്തിലുള്ള ഹർക്കത്തിനെ പരിഗണിച്ചാണ് റഫ്, നസ്ബ്, ജർ എന്നൊക്കെ പറയാം അല്ലേ. ഇതിവിടെ ലിന്നാണെങ്കിൽ എന്ത് ചെയ്യും, ജർ എന്ന് പറയും. ലൻ എന്നാണെങ്കിൽ എന്ത് പറയും, ലൻ എന്നായിരുന്നെങ്കിൽ എന്ത് പറയും, നസ്ബ് എന്ന് പറയും. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുക, ഈ എന്ത് പറയാം, റഫ്, നസ്ബ്, ജർ എന്നൊക്കെ പറയുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇനി എന്താ പറഞ്ഞത് അറിയാം, ഈ ജംഅ മുദക്കർ സാലിം എന്നതിൽ എങ്ങനെ ഉണ്ടാവുക, നസ്ബും ജറും ഒക്കെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് പറയാം കേട്ടോ. പറഞ്ഞു നോക്കുക. യുർഫഉ ബിൽ വാവി. അപ്പോൾ ഈ ജംഅ മുദക്കർ സാലിം യുർഫഉ, അതിന് റഫ് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും, വാവ് കൊണ്ടായിരിക്കും റഫ് ഉണ്ടാവുക. വയുൻസബു വയുജറു ബിൽ യായി.
നെസ്ബും ജെറും അതിൽ യാ കൊണ്ടാണ് ഉണ്ടാവുക കേട്ടോ. നെസ്ബും ജെറും എന്തുകൊണ്ടാണ് ഉണ്ടാവുക? യാ കൊണ്ടാണ് ഉണ്ടാവുക. അൽ മഖ്സൂരി മാക്കബിലഹ, ആ യാഇൻ്റെ മുമ്പുള്ളതിന് കസറായിരിക്കും. അപ്പോൾ മുകളിലുള്ള വാക്കുകളിലൊക്കെ യാഇൻ്റെ മുമ്പുള്ളതിന് കസറായിരിക്കും. സായിലീന, യാഇൻ്റെ മുമ്പ് ലാമാണ്, അതിന് കസറാണ് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു മഴ സലാമത്തി ബിനായി മുഫ്രദിഹി എന്ന് പറഞ്ഞില്ലേ, മുഫ്രദ് രക്ഷപ്പെടുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇവിടെ റജുലുൻ എന്നുള്ളൊരു ഉദാഹരണമുണ്ട്. റജുലുൻ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ എന്നാണ് അർത്ഥം. അതിൻ്റെ ജംഅ് റിജാലുൻ എന്നാണ്, അതായത് കുറേ പുരുഷന്മാർ, രണ്ടിൽ കൂടുതൽ ആളുകളുണ്ട്, ഒരുപാട് പുരുഷന്മാർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞോല് ഇവിടെ റ ചു ലുൻ, ആ മുഫ്രദിലെ അക്ഷരങ്ങൾ അതൊക്കെയാണ്. അതേ രൂപത്തിൽ റ ജ ല, പക്ഷേ അതിൻ്റെ ഇടയിൽ എന്ത് വരാം? അലിഫ് കയറി വന്നു അല്ലേ. അപ്പോൾ ഇത് ഇവിടെ രക്ഷപ്പെട്ടിട്ടില്ല, ഈ മുഫ്രദ് ഇവിടെ രക്ഷപ്പെട്ടതായിട്ട് കണക്കാക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ജമ്മിനല്ല എന്ത് പറയുക? ജമ്മു മുദക്കർ സാലിം എന്ന് പറയാം. ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മുഫ്രദ് രക്ഷപ്പെട്ട രൂപത്തിൽ അതിൻ്റെ ജമ്മിലുണ്ടാവും. അതിനാണ് എന്ത് പറയാം? ജമ്മു മുദക്കർ സാലിം എന്ന് പറയാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ ഒരു അലിഫ് അല്ല ഒരു വാവും നൂനും, അല്ലെങ്കിൽ എന്തുണ്ടാവും? ഒരു യാവും നൂനും, ഈ രൂപത്തിൽ അതിൽ അധികം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മുസ്ലിമുൻ എന്നുള്ളതിൻ്റെത് മുസ്ലിം മൂന എന്നാണ് ഇവിടെ ഉള്ളത് അല്ലേ. മുസ്ലിമൂന എന്നുള്ളതാണ് ജമ്മ്, ഈ വാവും നൂനും അധികമാണ്. സ്വായിം സ്വായിമൂന, സായിൽ സായിലീന, ഇവിടെ ഇത് രണ്ടും അധികമാണ്. മഹ്റൂം മഹ്റൂമീന, പിന്നെ മുസ്ലിം മുസ്ലിമീന, സ്വായിം സ്വായിമീന, സ്വാലിഹ് സ്വാലിഹീന, മുഖ്ലിസ് മുഖ്ലിസീന. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളത് ഒന്നുകിൽ ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്നുകിൽ അവസാനത്തിൽ ഒരു വാവും ഒരു നൂനും അധികം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു യാവും ഒരു നൂനും അധികം ഉണ്ടാവും. ഇത് ഇങ്ങനെ ഈ രൂപത്തിലാണ് ജമ്മു മുദക്കർ സാലിം ഉണ്ടാവുക. അപ്പോൾ ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. മുഫ്രദിഹി എന്നുള്ള ഇത്രയും കാര്യം, അതിൻ്റെ ഇറാബ് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഈ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ജമ്മു മുദക്കർ സാലിമാണ്. ഇനി അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കവിടെ ജമ്മു മുഅന്നസ് സാലിമിനെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പദങ്ങൾ കാണാത്ത ചില പദങ്ങളുണ്ടല്ലോ നേരത്തെ അല്ലേ, അതാണ് ഇവിടെ പറയണത്. ഫൽ കലിമാത്തു, കലിമത്തുകൾ എന്തൊക്കെ? അൽ മുസ്ലിമാത്തു അസ്വായിമാത്തു അൽ മുസ്ലിമാത്തി അസ്വായിമാത്തി അസ്വാലിഹാത്തി അൽ മുഖ്ലിസാത്തി. ഇത്തരം ഈ കലിമത്തുകളൊക്കെ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ രണ്ട് കലിമത്തുകളിൽ ഒരു കലിമത്തെ ഇടയിലൊന്ന് വിട്ടുപോയ സാധനങ്ങളുണ്ടല്ലോ, അതാണ് കേട്ടോ. ആ ഇത് ഇവിടെ നമ്മൾ കണ്ടുകൊടുത്ത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ മുസ്ലിമാത്ത് കണ്ടിനല്ലോ നമ്മൾ. ആ മുസ്ലിമാത്ത് അത്തരം വാക്കുകൾ സ്ത്രീകളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? കുല്ലുഹാമിൻ ജമ്മിൽ മുഅന്നസ് സാലിം. ഈ വാക്കുകളൊക്കെ എന്താണ്? ജമ്മു മുഅന്നസ് സാലിമാണ്. മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ എന്തേക്കാരം? അത് രണ്ടിൻ്റെ കൂടുതൽ എണ്ണത്തിൻ്റെ മേലിൽ സൂചിപ്പിക്കുന്നതായിരിക്കും, പിന്നെ സ്ത്രീകളെ സൂചിപ്പിക്കുന്നതായിരിക്കും, പിന്നെ നേരത്തെ പോലെ സാലിമാണ്. അപ്പോൾ മുഫ്രദിലെ എന്തുണ്ടാവും? ആ അക്ഷരങ്ങൾ ജംഇലും ഉണ്ടാവണം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇതായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കുക എന്താണ് ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ. ജമ്മു മുഅന്നസ് സാലിം അല്ലേ, ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ മാ ജുമിഅ ബി അലിഫിൻ വതായിൻ മസീദത്തൈനി അലാ മുഫ്രദിഹി. മാ ജുമിഅ ബി അലിഫിൻ വതായിൻ എന്താണ്? അലിഫ് താ കൊണ്ട് ജമ്മാക്കിയത്. അലിഫും ഉണ്ടാവും ഒരു താവും ഉണ്ടാവും, അതുകൊണ്ടാണ് ജമ്മാക്കിയത്. മസീദത്തൈനി അധികമായിട്ട് അലാ മുഫ്രദിഹി. ഇവയുടെയൊക്കെ മുഫ്രദ്, ഈ വാക്കുകളുടെയൊക്കെ മുഫ്രദിൻ്റെക്കാൾ ഒരു അധികമായിട്ട് ഇതിലേക്ക് ഒരു അലിഫും ഒരു താവും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമാണ് ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യമുണ്ട്. മാ ജുമിയ ബി അൽഫിൻ വതായിൻ മസീദത്തൈനി അലാ മുഫ്രദിഹി എന്നുള്ളതാണ് ജമ്മു മുഅന്നസ് സാലിം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ യുർഫഉ ബിൽ ലമ്മത്തി, അതിന് റഫ് ഉണ്ടാവുക എങ്ങനെയാണ്? സാധാരണ പോലെ നമ്മളെ മറ്റേ സാധാരണ നമ്മൾ പഠിക്കുന്ന ലമ്മ് കൊണ്ടാണ് റഫ് ഉണ്ടാവുക കേട്ടോ. വയുൻസബു വയുജറു ബിൽ കസ്റത്തി, നെസ്ബും ജറും കസർ കൊണ്ടാണ് ഉണ്ടാവുക. നെസ്ബും ജറും കസർ കൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ നെസ്ബിൻ്റെ അവസരത്തിലും കസറായിരിക്കും, ജറിൻ്റെ അവസരത്തിലും കസറായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യമാണ് ഈ പാഠത്തിലുള്ളത്. അപ്പോൾ ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ അധികം പുരുഷൻ, രണ്ടിൽ കൂടുതൽ പുരുഷന്മാരെ മേലെ അറിയിക്കുന്ന എന്താണ്? പുല്ലിംഗത്തിൻ്റെ മേലെ അറിയിക്കുന്ന വാക്കുകളായിരിക്കും. മുഫ്രദ് എന്താണോ അതിലെ മുഫ്രദ് രക്ഷപ്പെട്ടതായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം രണ്ടിൽ കൂടുതൽ സ്ത്രീകളുടെ മേലെ അറിയിക്കുന്നതായിരിക്കും. ജമ്മാക്കിയത് അലിഫും താവും അധികമാക്കിയിട്ടായിരിക്കും അവിടെ ജമ്മ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കാണ് എന്താ പറയുക
ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു പാഠത്തിൻ്റെ ഇത്രയും ഭാഗം നിങ്ങൾ നല്ല രൂപത്തിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഉദാഹരണങ്ങൾ ഒന്ന് പറയുന്ന സമയമൊക്കെ ഒന്നുകൂടി വ്യക്തമാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇതിൽ ഒരു ബൈത്തുണ്ട് ഇവിടെ അവസാനത്തിൽ. ആ ബൈത്തും നമുക്ക് നോക്കാം. എന്താണ് ആ ബൈത്തിലുള്ളത്? വർഫഅ ബിവാവിൻ സാലിമൻ മിൻ ജംഇ മുദക്കറിൻ വൽയാലി ഗൈരിർ റഫഇ വലിൽ ഇനാസി ആലിഫും വതാഉ ഫനസ്ബുഹു കജർരിഹി സവാഉ. വർഫഅ ബിവാവിൻ, വാവ് കൊണ്ട് റഫ് ചെയ്തോന്ന് നമ്മളിവിടെ നേരത്തെ പറഞ്ഞില്ലേ. ഇവിടെ എന്താണ് വാവ് കൊണ്ട് റഫ് ചെയ്യുക എന്ന് പറഞ്ഞില്ലേ, അതാണ് പറഞ്ഞത്. ഈ വാവ് കൊണ്ട് റഫ് ചെയ്തോ. സാലിമൻ മിൻ ജമ്മ, ജമ്മു മുദക്കർ സാലിമിന് എന്ത് ചെയ്തോ? വാവ് കൊണ്ട് റഫ് ചെയ്തോ. വൽ യാ കൊണ്ട് ഗൈരി റഫ്, റഫ് അല്ലാത്തതൊക്കെ യാ കൊണ്ടാണ്. അപ്പം നേരത്തെ എന്താ പറഞ്ഞിരുന്നത്? യുൻസബു വയുജറു ബിൽ യാ, നസ്ബും ജറും യാ കൊണ്ടാണ്. അപ്പം റഫ് അല്ലാത്തതൊക്കെ എന്ന് പറഞ്ഞാൽ നസ്ബും ജറും യാ കൊണ്ടാണ് എന്നാണ് ഈ പറഞ്ഞു കേട്ടോ. വലിൽ ഇനാസി ആലിഫുൻ വ താവു, ജമ്മു മുഅന്നസ് സാലിമിനിക്ക് അലിഫും താവും ഉണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ അലിഫ് താവ് കൊണ്ട് അധികമാക്കിയതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അലിഫ് താവ് അധികം ഉണ്ടാവും അതിൽ. ഫനസ്ബുഹു കജർരിഹി സവാഉ, ഫനസ്ബുഹു അതിൻ്റെ നസ്ബ് കജർരിഹി സവാഉൻ, നസ്ബും ജറും ഒരേ രൂപത്തിലാണ്. നമ്മൾ പറഞ്ഞല്ലോ നസ്ബും ജറും എന്തുകൊണ്ടാണ്? കസർ കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എന്ത് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.